ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിനായി ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനായി 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചിക്കിയെടുക്കാം. അപ്പം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ചിക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ബ്രെഡ് എടുക്കണം. ഒരു ബ്രെഡ് ഇവിടെ ഒന്ന് നല്ലോണം ഒന്ന് ജസ്റ്റ് നമ്മൾ റോൾ ചെയ്തെടുക്കാൻ വേണ്ടി ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ആ സൈഡിൽ പോർഷനൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ആ വൈറ്റ് പോർഷൻ മാത്രമേ ഇതിനായിട്ട് എടുക്കുന്നുള്ളൂ. അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. അത് ബ്രെഡ് ക്രംസ് പൊടിക്കാനായിട്ട് എടുക്കുമ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ കുറച്ച് അതിലേക്ക് ചേർത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ആ സൈഡിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് ഒട്ടിയിരുന്നോളും. അങ്ങനെ വെള്ളം തടകി ആ 4 സൈഡിലും വെള്ളം തടകിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 4 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു മുട്ട ഒന്ന് ജസ്റ്റ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ മറിച്ചും തിരിച്ചും ഇട്ട് പൊരിച്ചെടുക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.